രാഹുൽ ഇപ്പോൾ ഡിണ്ടിഗലിലാണല്ലോ ഇന്നലെ മുതൽ ഉള്ളത്. അവിടെയുള്ള ആളുകളോടൊക്കെ ഇയാളെ കുറിച്ച് അന്വേഷിച്ചോ? എന്തെങ്കിലുമൊക്കെ ദുരൂഹതയുള്ളതായി നാട്ടുകാർ പറയുന്നുണ്ടോ? താൻ ചെറിയ ചില ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിക്കുന്നയാളാണ് എന്നാണല്ലോ ഇയാൾ പറഞ്ഞത്. പക്ഷെ പല പേരുകളുണ്ട് എന്നൊക്കെയുള്ളത്. പോപ്കോൺ മണി, അതുപോലെ ഫിനാൻസ് മണി, ഓട്ടോ മണി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു എന്നൊക്കെ ഇന്നലെ തന്നെ നമ്മൾ വാർത്ത നൽകിയതാണ്. നാട്ടുകാരെന്താണ് പറയുന്നത് രാഹുൽ? അനുജ, നാട്ടുകാരും അങ്ങനെ തന്നെയാണ്. ഈ മണിയെ ആളുകൾക്ക് പരിചയം ഓട്ടോ ഡ്രൈവറായിട്ടാണ്. കഴിഞ്ഞ 20 വർഷം മുമ്പാണ് ഈ ഓട്ടോ ഡ്രൈവർ എന്ന ജോലിയുമായിട്ട് ഡിണ്ടിഗലിലേക്ക് ഈ മണി ഇറങ്ങിയത്. പിന്നീട് കഴിഞ്ഞ 6 വർഷത്തിനിടെ ഉണ്ടായ ഒരു വളർച്ച, അത് സാമ്പത്തിക വളർച്ച ആരെയും അമ്പരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു, ആരെയും ഞെട്ടിപ്പിക്കുന്ന വിധത്തിലായിരുന്നു. നാട്ടുകാരും ആ ഞെട്ടൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഇടക്കാലത്ത് വെച്ചൊരു തിയേറ്ററിൽ ക്യാൻറ്റീൻ തുടങ്ങി അവിടെ പോപ്കോൺ വിൽപ്പന നടത്തി. അങ്ങനെ പോപ്കോൺ മണി എന്നറിയപ്പെട്ടിരുന്നു. ആദ്യം ഓട്ടോ മണിയായിരുന്നു, പിന്നീട് ഒരു ഫിനാൻസ് സ്ഥാപനം നടത്തി ഫിനാൻസ് മണി എന്നറിയപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഫിനാൻസ് സ്ഥാപനത്തിന് ഒപ്പം തന്നെ ഈ ഗോൾഡ് ലോൺ സ്ഥാപനവും നടത്തിയിരുന്നു. അങ്ങനെ പോയിരുന്ന മണിക്ക് പെട്ടെന്നാണ് സാമ്പത്തികമായിട്ടുള്ള വലിയ വളർച്ച ഉണ്ടായത്. അത് ഏത് രീതിയിൽ ഉണ്ടായതാണ് എന്ന് ആർക്കും തന്നെ അറിയില്ല. മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് വലിയ തരത്തിലുള്ള ബന്ധം പല മേഖലയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളുമായിട്ടും ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഡി മണി എന്നുള്ളതാണ് നാട്ടുകാർ പറയുകയും ചെയ്തിട്ടുള്ളത്. MS മണി എന്ന് തന്നെയാണ് ഇവിടെ അറിയപ്പെടുകയും ചെയ്യുന്നത്. ഡി മണി എന്നത് ദാവൂദ് മണി, ഡയമണ്ട് മണി എന്ന ഇരട്ട പേരുകളൊക്കെ ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഡി മണി എന്നൊരു നാമത്തിലേക്ക് മാറിയിട്ടുള്ളത്. MS മണി തന്നെയാണ് ഡി മണി, ഈ മണി തന്നെയാണ് ആ മണി എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത്. എന്തായാലും അത് തന്നെയാണ് SITയും പറയുന്നത്. നാട്ടുകാരുടെ ആ പറച്ചിലും SITയുടെ കണ്ടെത്തലുകളൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ ശരിയായ ദിശയിൽ തന്നെ അന്വേഷണം പോകുന്നു. ശരിയായ ദിശയിലേക്കാണ് ഈ അന്വേഷണം പോകുന്നത്. ശരിയായ ദിശയിലാണ്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ രാഹുൽ, ഇപ്പോൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്നൊരു സാമ്പത്തിക വളർച്ചയിലേക്ക് മണി മാറിയത് എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് തനിക്ക് വലിയ സമ്പത്തോ അല്ലെങ്കിൽ പണം ഇടപാടുകൾ വലിയ രീതിയിൽ ഇല്ല. താൻ ചെറിയ ചെറിയ ഫിനാൻസും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഒക്കെ നടത്തി ജീവിക്കുന്ന ആളാണ്. തനിക്ക് വലിയ തരത്തിലുള്ള സമ്പത്തോ സമ്പാദ്യമോ ഒന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹം അതിനൊരു ന്യായീകരണമായിട്ട് പറയുന്നത് ഏത് തരത്തിലുള്ള ബാങ്ക് രേഖകളും നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് എന്നിരുന്നാലും അത് പൂർണ്ണമായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. അതാണ് എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഡി മണിയുടെ ന്യായീകരണം അല്ലെങ്കിൽ വിശദീകരണം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ ഡി മണിയുടെ സുഹൃത്ത് ബാലമുരുകൻ ഒരു ടൈലറാണ്, തയ്യൽക്കാരനാണ്. അദ്ദേഹം തയ്യൽക്കട നടത്തുന്നതാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള സിം ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ പല ആളുകളുമായി ഈ സ്വർണ്ണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപാട് നടത്തുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം പുറത്തു വന്ന വാർത്ത അനുസരിച്ചാണ് എങ്കിൽ ബാലമുരുകൻ എന്ന ഡി മണി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബാലമുരുകനും ഡി മണിയും ഒരാൾ തന്നെയാണ്. ബാലമുരുകനെ അറിയപ്പെട്ടിരുന്നത് ഡയമണ്ട് മണി എന്ന പേരിലാണ് എന്നാണ് SIT ഉൾപ്പെടെ കരുതിയിരുന്നത്. പിന്നീടാണ് ഈ ബാലമുരുകനും ഡി മണിയും രണ്ടാണ് എന്ന് വ്യക്തമായത്. അങ്ങനെ SIT വന്നിന്ന് അന്വേഷണം നടത്തുമ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടത്തിയ അന്വേഷണത്തിലും മൊഴിയെടുപ്പിലും ഈ ഡി മണിയുടെ ഒരു വലിപ്പവും അതുപോലെ തന്നെ ബാലമുരുകന്റെ ഒരു ചെറുപ്പവും, അതായത് ചെറിയ സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കും രണ്ടുപേരെയും താരതമ്യം ചെയ്യാൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ബാലമുരുകൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നേരിട്ട് ഈ ഡി മണിയുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്ന് കരുതുന്നില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാൻ. ബാലമുരുകന്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഡി മണി നടത്തിയ ഏതെങ്കിലും ഇടപാടുകൾ ആണോ അല്ലെങ്കിൽ ബാലമുരുകനെ മറയാക്കിയിട്ടുള്ള ഇടപാടുകളാണോ എന്നൊരു സംശയം SITയുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കും. 30-ാം തീയതി ബാലമുരുകനോടും തിരുവനന്തപുരത്ത് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ, ഏതായാലും ചോദ്യം ചെയ്യലിനൊക്കെ ഹാജരാകും, പൂർണ്ണമായും സഹകരിക്കുമെന്നൊക്കെയാണ് ഇയാൾ ഇപ്പോൾ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി താൻ ഏതറ്റം വരെയും പോകും. അതുകൊണ്ട് തന്നെ SIT വിളിപ്പിക്കുമ്പോഴൊക്കെ താൻ പോകും. അവിടെ ചെന്ന് തനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ രേഖകൾ സഹിതം താൻ അവിടെ കാണിച്ചു നൽകും. തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് പോകാതിരിക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ ഡി മണി ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് എങ്ങനെയാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണണം. മാത്രമല്ല, ഈ ഡി മണിക്ക് പല സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇറിഡിയം ഉൾപ്പെടെയുള്ള കടത്ത് കേസുകളിലും ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ളതാണ്. ശ്രീകൃഷ്ണന്റെ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് എന്നൊക്കെയുള്ളതും SIT പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയും സംശയാസ്പദമായി ചിലതൊക്കെ ഉണ്ട് എന്നതാണോ നമുക്കറിയാൻ കഴിഞ്ഞത് രാഹുൽ?
അനുജ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്തായാലും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് അല്ലാത്ത ഒരാൾ തന്നെയാണ് ഡി മണി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലതരത്തിലുള്ള പല ഇടപാടുകൾ, ശരിയല്ലാത്ത വിധത്തിലുള്ള ഇടപാടുകൾ നടക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന ആളാണ് ഡി മണി എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നത്. അക്കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഇനിയും കൂടുതൽ രേഖകൾ പുറത്തേക്ക് വരണം, കൂടുതൽ മൊഴിയെടുപ്പ് നടത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഡി മണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു ചില ആളുകളുണ്ട്, ഈ മണിമാർ എന്ന് പറയുന്ന ചില ആളുകൾ ഇവിടെയുണ്ട്. അതായത് ഡി മണിയുടെ കൂടെ തന്നെയുള്ള മറ്റ് രണ്ട് മണി എന്ന് പേരുള്ള ആളുകൾ കൂടിയുണ്ട്. ഈ മണിക്ക് ഡി മണിക്ക് സംരക്ഷണം ഒരുക്കുന്ന, അതായത് MS മണി എന്ന ഡി മണിക്ക് സംരക്ഷണം ഒരുക്കുന്ന ആളുകൾ ഉണ്ട്, കരടി മണി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലമൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് വലിയ തരത്തിൽ ഈ ഡി മണിയെ കുഴപ്പത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്ന വിധത്തിലേക്കാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊക്കെ പ്രകടിപ്പിക്കാവുന്നതാണ്. കാരണം അത്തരത്തിലാണ് ആ ഒരു ട്രാക്ക് റെക്കോർഡ് നിൽക്കുന്നത്. എന്തായാലും ഈ ബാലമുരുകൻ എന്ന് പറയുന്ന ആളുടെ നമ്പർ ഉപയോഗിച്ച് ഡി മണി കേരളത്തിലേക്ക് പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഡി മണിയും ബാലമുരുകനും പറയുന്നത് അവർ കേരളത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല, കേരളവുമായി തനിക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, ബിസിനസ് ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ശബരിമലയിൽ 1-2 വട്ടം വന്നിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്താനായി കേരളത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും. ഇപ്പോൾ നമ്മൾ രണ്ടുപേരോട് സംസാരിച്ചിരുന്നു, ഈ രണ്ടുപേരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ബാലമുരുകനും പറയുന്നത് അങ്ങനെയാണ്, ഡി മണിയും പറയുന്നത് അങ്ങനെയാണ്. കേരളവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ താൻ ചെയ്തിട്ടില്ല. ശരി, ശബരിമലയുമായി ബന്ധപ്പെട്ട് തീർത്ഥാടനത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് താൻ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അവരുടെ വിശദീകരണം. അതാണ്. ഏതായാലും SIT ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 30-ാം തീയതി ഹാജരാകാനാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീകൃഷ്ണനോടും ഒപ്പം തന്നെ ഡി മണിയോടും അവർ തീർച്ചയായും എത്തുമെന്ന് പറയുന്നു. തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് തന്റെ ആവശ്യമാണ്, അതുകൊണ്ട് എത്തുമെന്ന് പറയുകയാണ്. ഏതായാലും SIT ചില നിഗമനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കൃത്യമായ നിഗമനമാണ് എന്ന് തന്നെയാണ് അവർ കണക്കാക്കുന്നതും. അപ്പോൾ എങ്ങനെയാകും ഇതിൽ അന്വേഷണം മുന്നോട്ട് പോവുക എന്നതൊക്കെ നമുക്ക് കാത്തിരുന്നറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.